നമസ്കാരം സുഹൃത്തുക്കളെ. ഭഗവാൻ ബുദ്ധൻ പഠിപ്പിച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട 4 സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിൽ ഭഗവാൻ ബുദ്ധനോടുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ 4 സ്ഥലങ്ങളുടെ സന്ദർശനം വളരെ നല്ലതാണ്. ഈ 4 സ്ഥലങ്ങൾ, ഒന്ന് ബുദ്ധൻ ജനിച്ച സ്ഥലം നേപ്പാളിലാണ്, ലുംബിനി. രണ്ടാമതായിട്ട് ഭഗവാന് ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം ഉണ്ടായ സ്ഥലം, ആ സ്ഥലം ബോധഗയയാണ്. മൂന്നാമത്തെ സ്ഥലം ഭഗവാൻ ആദ്യമായിട്ട് ധമ്മചക്ര പ്രവർത്തന സൂത്രത്തിൻ്റെ ഉപദേശം നൽകിയ സ്ഥലം, വാരണാസിക്ക് അടുത്തുള്ള സാരനാഥ്. നാലാമത്തെ സ്ഥലം ഭഗവാൻ പരിനിർവാണം നേടിയ സ്ഥലം അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിച്ച സ്ഥലം, കുശിനഗർ. ഈ സ്ഥലങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് സന്ദർശിക്കാനുള്ള ഒരു മാർഗരേഖയാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൽ 3 സ്ഥലങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഭഗവാൻ ജനിച്ച സ്ഥലം അത് നേപ്പാളിലാണ്. പലരും അവിടെ പോകുന്നതിന് ഗോരഖ്പൂർ വഴി ആണ് പലരും പോകാറുള്ളത്. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം മറ്റൊന്നാണ്. അതിനേക്കാൾ വളരെ എളുപ്പമാണ് ഈ റൂട്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രപ്തിസാഗർ എക്സ്പ്രസ് ഉണ്ട്, ആഴ്ചയിൽ 4 ദിവസം. അപ്പോൾ കേരളത്തിൽ നിന്ന് അത് നേരെ ഗോരഖ്പൂർ വരെ പോകും. നമ്മൾ ഗോരഖ്പൂർ വരെ റിസർവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഗോണ്ട ജംഗ്ഷൻ വരെ റിസർവേഷൻ ചെയ്യുക. ഒരു കാരണവശാലും ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ റിസർവേഷൻ ചെയ്യരുത്. കാരണം ഈ സമയത്ത് സ്ലീപ്പർ ക്ലാസ് വളരെ കമ്മിയാണ്, കൂടുതൽ AC 3 ആണ് ഉള്ളത്. ഇക്കാലത്ത് സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. പ്രത്യേകിച്ച് UP, ബീഹാർ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ ഒരു കാരണവശാലും സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യരുത്. അനുഭവമാണ്. AC 3യിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും, ഇരിക്കാൻ പോലും സ്ഥലം കിട്ടി എന്ന് വരില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗോണ്ട ജംഗ്ഷനിൽ പോയിട്ട് ഇറങ്ങുക. ഗോണ്ട ജംഗ്ഷനിൽ നിന്ന് അയോധ്യ വളരെ അടുത്താണ്. താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ ഗോണ്ട ജംഗ്ഷനിൽ ഇറങ്ങിയ ഉടനെ നിങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സികൾ കാണാം. എല്ലാം ഷെയർഡ് ടാക്സി ആയിരിക്കും. അതിൽ കയറി നിങ്ങൾ ബൽറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ആ എല്ലാ ഷെയർഡ് ടാക്സിയും ബൽറാംപൂരിൽ പോകുന്നതാണ്. ഏകദേശം 70 രൂപ നിങ്ങൾ നിന്ന് ഈടാക്കും. ബൽറാംപൂരിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ശ്രാവസ്തിക്ക് നിങ്ങൾക്ക് ഷെയർഡ് ഓട്ടോ കിട്ടും. 40 രൂപയായിരിക്കും. നേരെ ശ്രാവസ്തിയിൽ വന്ന് ഇറങ്ങുക. ശ്രാവസ്തിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേതവനം എന്ന സ്ഥലത്തെത്താം. ഭഗവാൻ 22 മഴക്കാലം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അവിടെയായിരുന്നു അനാഥപിണ്ഡകൻ്റെ ആശ്രമം നിലനിന്നിരുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ കുറച്ച് ഇഷ്ടികകൾ വെച്ചിട്ട് പണ്ടത്തെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ പോലെ അല്പം ചെയ്തു വെച്ചിട്ടുണ്ട്. 25 രൂപയാണ് എൻട്രി ഫീസ്. ജേതവനം കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും 1 കിലോമീറ്റർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അങ്കുലിമാലയുടെ സ്തൂപവും അതേപോലെ തന്നെ അനാഥപിണ്ഡകൻ്റെ സ്തൂപവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു തീർത്ഥങ്കര ജൈനൻ്റെ ജന്മസ്ഥലവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജേതവനത്തിൽ നിങ്ങൾക്ക് ഗന്ധകുടി കാണാവുന്നതാണ്. അങ്കുലിമാല സ്തൂപവും അനാഥപിണ്ഡക സ്തൂപവും കണ്ടതിന് ശേഷം നിങ്ങൾ തിരിച്ച് വീണ്ടും ജേതവനത്തിൻ്റെ അടുത്ത് വരിക. അവിടെ ഒരു ചൈനീസ് ബുദ്ധസ്തൂപമുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പോകാവുന്നതാണ്. വീണ്ടും തിരിച്ച് ശ്രാവസ്തിയിലെത്തുക. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഓജാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തും. അവിടെ ഒരു ചെറിയൊരു മലയുണ്ട്. ഈ ഓജാഹർ മലയിൽ നിന്നാണ് ഭഗവാൻ തൻ്റെ അമ്മയെ ഉപദേശിക്കുന്നതിന് ദേവലോകത്ത് പോയത്. അവിടെ നിന്ന് തിരിച്ച് ഫരീദാബാദിലെ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത്. ശ്രാവസ്തിയിൽ ഒരു വിപശന കേന്ദ്രമുണ്ട്. അവിടെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അവിടെ SN ഗോയങ്കാജി സെൻറ്റിനറി ഹാൾ എന്ന് പറയുന്ന ഒരു ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഹാളിൻ്റെ ആയുസ് 1000 വർഷമാണ്. അതിൽ കോൺക്രീറ്റോ ഇരുമ്പോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല, സിമൻ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടികയും ചുണ്ണാമ്പും കൂടി ഏകദേശം 3 മണിക്കൂർ അരച്ചു കഴിഞ്ഞാൽ ഒരു മിക്സ് കിട്ടും. അത് സിമൻറ്റിനേക്കാൾ കടുപ്പമുള്ളതാണ്. അതാണ് ആ ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ബിൽഡിങ്ങിന് ഭൂകമ്പത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി കൂടിയുണ്ട്. രാത്രി നിങ്ങൾക്ക് ശ്രാവസ്തിയിൽ കഴിയാവുന്നതാണ്. പക്ഷേ ശ്രാവസ്തിയിൽ ഹോട്ടലുകൾ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. ഉള്ളത് വളരെ
എക്സ്പെൻസീവാണ്. പിന്നെ ചില ബുദ്ധവിഹാരങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ കഴിയാം. അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ബൽറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും തിരിച്ചു വരാവുന്നതാണ്. അവിടെ ധാരാളം ഹോട്ടലുകളും അതേപോലെ തന്നെ റൂമുകളും നമുക്ക് ലഭ്യമാണ്. അടുത്ത ദിവസം ബൽറാംപൂരിൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ജാർഖണ്ഡി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ജാർഖണ്ഡി റെയിൽവേ സ്റ്റേഷൻ. പലരും നേപ്പാളിലേക്ക് പോകുന്നത് ഗോരഖ്പൂരിൽ നിന്ന് സൊനോലി വഴിയാണ് നേപ്പാളിലേക്ക് പോകാറുള്ളത്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത ദിവസം നിങ്ങൾ ബൽറാംപൂരിലെ ജാർഖണ്ഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. അവിടെ രാവിലെ 8:20 ഒരു പാസഞ്ചർ ട്രെയിനുണ്ട്. 9:30 ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്സുമുണ്ട്. ജാർഖണ്ഡി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ സിദ്ധാർത്ഥ നഗർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക. പാസഞ്ചറിന് 40 രൂപയാണ്, ഇൻ്റർസിറ്റിക്ക് 70 രൂപയാണ്. പാസഞ്ചറിൽ ചിലപ്പോൾ തിരക്ക് കണ്ടേക്കാം. അപ്പോൾ ഇൻ്റർസിറ്റിയിൽ പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിദ്ധാർത്ഥ നഗർ സ്റ്റേഷനിൽ ഇറങ്ങാൻ സാധിക്കും. സിദ്ധാർത്ഥ നഗർ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ നിങ്ങൾക്ക് ധാരാളം ഷെയർഡ് ടാക്സി കിട്ടുന്നതാണ്. അതിൽ കയറി നിങ്ങൾ ഖക്കറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുക. അത് നേപ്പാൾ ബോർഡറാണ്. ഖക്കറിയ. ഇവിടുന്ന് ഖക്കറിയിലേക്ക് ഏകദേശം 50 രൂപ ഓട്ടോ ചാർജ് ആവും. ഖക്കറിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേപ്പാൾ ബോർഡർ കാണാവുന്നതാണ്. ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഇന്ത്യയും നേപ്പാളും. നേപ്പാളിൽ കടക്കുന്നതിന് നിങ്ങൾക്ക് പാസ്പോർട്ടോ വിസയോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം മതി. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേപ്പാളിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നേപ്പാളി രൂപീസിലേക്ക് മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ത്യൻ കറൻസി നേപ്പാൾ ബോർഡറിൽ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ചേഞ്ചായിട്ട് നിങ്ങൾ കയ്യിൽ കരുതുകയാണെങ്കിൽ വളരെ ഉത്തമമായി. നേപ്പാൾ ബോർഡറിൽ കടന്ന ഉടനെ അവിടെ മിനി ബസ് കാണാം. ആ മിനി ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 രൂപ നിങ്ങൾ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ലുംബിനിയിലെത്തും. ഭഗവാൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി. ലുംബിനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിങ്ങൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലുംബിനി പാർക്കിലെത്താം. അവിടെ ബുദ്ധൻ ജനിച്ച സ്ഥലം ഉണ്ട്, മായാദേവി ടെമ്പിൾ. അവിടെയാണ് ബുദ്ധൻ ജനിച്ചത്. ബുദ്ധൻ ജനിച്ച സ്ഥലത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീസ് 40 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് മായാദേവി ടെമ്പിൾ, ബോധി ട്രീ, മായാദേവി പോണ്ട്, മ്യൂസിയം, അശോക പില്ലാർ, മനങ് സമാജ് സ്തൂപ് ഇവയെല്ലാം കാണാവുന്നതാണ്. ശരിയായിട്ട് ലുംബിനി കാണുന്നതിന് നിങ്ങൾക്ക് 1-2 ദിവസം പിടിക്കും. ലുംബിനി കണ്ടതിന് ശേഷം നിങ്ങൾ തിരിച്ച് ലുംബിനിയിൽ നിന്ന് ഖക്കറിയ എന്ന് പറയുന്ന ബോർഡർ പോയിൻറ്റിലേക്ക് വരിക. ഖക്കറിയിൽ നിന്ന് നിങ്ങൾ വീണ്ടും ഓട്ടോ പിടിച്ച് സിദ്ധാർത്ഥ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ കിട്ടുന്നതാണ്. പക്ഷേ ഒരു ട്രെയിനും ഡയറക്റ്റായിട്ട് ഗോരഖ്പൂർ വരെ എത്തില്ല. അതിന് മുൻപ് ഒരു 5 കിലോമീറ്റർ മുൻപായിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റേഷനിലായിരിക്കും ട്രെയിനുകൾ നിർത്തുക. അവിടെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഓട്ടോയിൽ കയറി ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡിൽ എത്തുക. ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ധാരാളം ബസ്സുകൾ കുശിനഗറിലേക്ക് പോകുന്നതാണ്. ഒരു ബസ്സിലും കുശിനഗർ എന്ന് എഴുതിയിരിക്കില്ല, കസയ എന്നായിരിക്കും എഴുതിയിരിക്കുക. അത് കുശിനഗറിന് ശേഷമുള്ള സിറ്റി ആയിരിക്കും. അവിടെ നിന്ന് കുശിനഗറിലേക്ക് ഏകദേശം 70 രൂപയായിരിക്കും ബസ് ചാർജ്. കുശിനഗർ പോയിട്ട് ഇറങ്ങുക. അവിടെ ധാരാളം ലോഡ്ജുകളുണ്ട്, താമസിക്കാൻ ധാരാളം സൗകര്യമുണ്ട്. കുശിനഗറിലാണ് ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചത്. അവിടെ ഒരു ഏസയുടെ ഒരു പാർക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് പരിനിർവാണ സ്തൂപം കാണാം, പരിനിർവാണ ടെമ്പിൾ കാണാം, അനിരുദ്ധ സ്തൂപം, ക്രിമേഷൻ സ്തൂപം, പവ, മാതാ കോർ ഷ്രൈൻ, ബർമ, ശ്രീലങ്ക തായ് ടെമ്പിൾ, മ്യൂസിയം, രമാഭാർ സ്തൂപ ഇവയെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ശ്രാവസ്തിക്കും ലുംബിനിക്കും ഇടയ്ക്കാണ് കപിലവസ്തു വരുന്നത്. അവിടെ അധികം കാണാൻ ഒന്നും തന്നെ ഇല്ല. കുശിനഗർ ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ വീണ്ടും ഗോരഖ്പൂരിലേക്ക് വരാവുന്നതാണ്, ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് വാരണാസിയിലേക്ക് പോകാം. 223 കിലോമീറ്ററാണ്, ഏകദേശം 5 മണിക്കൂർ എടുക്കും. അവിടെ നിന്ന് സാരനാഥ് കണ്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ ഗയയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഗോരഖ്പൂരിൽ നിന്ന് നിങ്ങൾക്ക് നേരെ പാട്നയിലേക്ക് പോകാം. ഗയ കണ്ടതിന് ശേഷം പിന്നെ സാരനാഥിലേക്ക് പോകാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഗോരഖ്പൂരിൽ നിന്ന് പാട്നയിലേക്കുള്ള വഴിയാണ്. അത് 264 കിലോമീറ്റർ എടുക്കും, 6 മണിക്കൂർ ട്രെയിൻ യാത്ര.
അപ്പോൾ പാട്നയിൽ ഇറങ്ങുക. പാട്നയിൽ ഇറങ്ങിയ ഉടനെ അവിടെ പാട്ന മ്യൂസിയമുണ്ട്, അത് കാണാം. അതിനുശേഷം ബുദ്ധ സ്മൃതി പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പാട്നയിൽ നിന്ന് നേരെ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാവുന്നതാണ്. 36 കിലോമീറ്ററാണ്. വൈശാലി നിങ്ങൾക്ക് വിശ്വശാന്തി സ്തൂപം, ബുദ്ധസ്തൂപം, ആനന്ദസ്തൂപം, സമ്യക് ദർശൻ സ്തൂപം, മ്യൂസിയം, കൂടാകർശാല തുടങ്ങിയവ ദർശിക്കാവുന്നതാണ്. പിന്നീട് വൈശാലിയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ രാജഗിരിയിലേക്ക് വരാവുന്നതാണ്. 122 കിലോമീറ്ററാണ്, 3 മണിക്കൂർ എടുക്കും. രാജഗിരിയിൽ നിങ്ങൾക്ക് വേളുവനം അല്ലെങ്കിൽ ബംബു പാർക്ക് നിങ്ങൾ കാണാവുന്നതാണ്, മുളകളുടെ പാർക്ക്. അടുത്തത് വൾച്ചേഴ്സ് പീക്ക്, ബിംബിസാര ജയിൽ, സപ്തപർണി ഗുഫകൾ, സാരിപുത്ര സ്തൂപ്, ജീവക ഗാർഡൻ, ഗൃദ്ധഗൂഡ ഹിൽ, സോണാബന്ദാർ കേവ്സ്, നളന്ദ ഇസിഗിളി, എസ്റ്റിവന, ഇവയെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് രാജഗിരിയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഗയയിലേക്ക് വരാവുന്നതാണ്. 60 കിലോമീറ്റർ ഉണ്ടാകും, 1.5 മണിക്കൂർ യാത്രയാണ്. ഗയയിൽ നിന്ന് നിങ്ങൾക്ക് ബോധഗയ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ വരുന്ന സമയത്ത് തന്നെ ബോധഗയ വഴിയായിരിക്കും മിക്കവാറും ബസ്സുകൾ വരിക. ബോധഗയയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ബോധഗയയിലാണ് ഭഗവാന് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പാട്നയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഗയയിലേക്ക് വരാം, ഗയയിൽ നിന്ന് ബോധഗയയിലേക്ക് വരാം. പാട്നയിൽ നിന്ന് ഗയയിലേക്ക് വരുന്നതിന് 3 മണിക്കൂർ പിടിക്കും ട്രെയിനിൽ. ഒരു കാരണവശാലും പാട്നയിൽ നിന്ന് ഗയയിലേക്ക് ബസ്സിൽ വരരുത്, ഒരുപാട് നീണ്ട യാത്രയായിരിക്കും. ഗയയിൽ നിന്ന് ബോധഗയയിലേക്ക് ധാരാളം ഓട്ടോറിക്ഷ ലഭിക്കുന്നതാണ്. ബോധഗയയിൽ നിങ്ങൾക്ക് മഹാബോധി ടെമ്പിൾ കാണാൻ സാധിക്കും, ബോധി ട്രീ കാണാൻ സാധിക്കും, മുച്ചിലിന്ദ ലേക്ക് കാണാൻ സാധിക്കും, ചങ്കമണ. ബോധഗയയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ ഒരു ഡുങ്കേശ്വരി ഹിൽസ് ഉണ്ട്, അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെയാണ് ഭഗവാൻ ശരീരത്തിന് കഷ്ടം കൊടുക്കുന്ന ഒരുപാട് തപശ്ചര്യ അനുഷ്ഠിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് സുജാത ടെമ്പിൾസ് ഉണ്ട്, സുജാത കുടിയുണ്ട്, അജപാല നിഗ്രോധ ട്രീ ഉണ്ട്, അനിമേഷ ലോചൻ ചൈത്യമുണ്ട്, മ്യൂസിയമുണ്ട്, ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, വാട്ടായി മൊണാസ്ട്രി ഉണ്ട്, രാജേതന ട്രീ ഉണ്ട്, ദൈചോക്കോ ടെമ്പിൾ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ബോധഗയയിൽ കാണാവുന്നതാണ്. ബോധഗയയിൽ ധാരാളം ലോഡ്ജുകളുണ്ട്, താമസം ഒട്ടും തന്നെ പ്രശ്നമുള്ളതല്ല. ഇതെല്ലാം കാണുന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് 1-2 ദിവസം എടുത്തേക്കാം. അല്ലെങ്കിൽ നിർവ്വാണം നേടിയ സ്ഥലം മാത്രം കാണുകയാണെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ ദർശനം പൂർത്തിയാക്കാവുന്നതാണ്. അതിനുശേഷം ബോധഗയയിൽ നിന്ന് നേരെ ഗയയിലേക്ക് പോവുക ഓട്ടോയിൽ. ഗയയിൽ നിന്ന് വാരണാസിയിലേക്ക് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി. അല്ലെങ്കിൽ പാട്നയിലേക്ക് പോവുക. പാട്നയിൽ നിന്ന് വാരണാസിയിലേക്ക് ട്രെയിൻ ഉണ്ടായിരിക്കും. ട്രെയിനിൽ വാരണാസി വന്ന് ഇറങ്ങുക. അവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് സാരനാഥ്. ധാരാളം ഷെയർഡ് ഓട്ടോകൾ അവിടേക്ക് പോകുന്നതാണ്. 40 രൂപ കൊണ്ട് നിങ്ങൾക്ക് സാരനാഥിലെത്താൻ സാധിക്കും. സാരനാഥിൽ ഒരു പാർക്കുണ്ട്, അവിടെ ഒരു സ്തൂപമുണ്ട്. അവിടെയാണ് ഭഗവാൻ ബുദ്ധൻ ആദ്യമായിട്ട് ധമ്മചക്ര പ്രവർത്തന സൂത്രം നടത്തിയത്, 5 ഭിക്ഷുക്കൾക്ക് ഉപദേശം കൊടുത്തത്. സാരനാഥ് കണ്ടതിന് ശേഷം തിരിച്ച് നിങ്ങൾ വീണ്ടും വാരണാസിയിലേക്ക് വരിക. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരിക. ഒരു കാരണവശാലും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ റിസർവേഷൻ ചെയ്യരുത്, ഒരുപാട് തിരക്കുണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭോപ്പാലിൽ പോകാവുന്നതാണ്. അവിടെ ശാന്തി സ്തൂപം നിങ്ങൾക്ക് ദർശിക്കാം. മഹാരാഷ്ട്രയിലാണ് ഭോപ്പാൽ. അവിടെ നിന്ന് ഔറംഗാബാദിലേക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം അജന്ത എല്ലോറ ഗുഹകളും നിങ്ങൾ കാണാവുന്നതാണ്. അല്ലെങ്കിൽ വാരണാസിയിൽ നിന്ന് നേരെ നിങ്ങൾക്ക് നാട്ടിലേക്ക് റിസർവേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ, ഒരു ബജറ്റ് ട്രാവലർ ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല യാത്ര ചെയ്യാനുള്ള മാർഗം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂർ ഓപ്പറേറ്റേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഏകദേശം 15,000 രൂപയ്ക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.